ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസിഡിയ വെറൈറ്റികൾ എങ്ങനെ പല ഷേപ്പുകളിൽ വളർത്താം എന്ന് നോക്കാം. ഡിസിഡിയ വെറൈറ്റികൾ ഞാൻ ഹാങ്ങിങ് പോട്ടിലും വളർത്തിയിട്ടുണ്ട്, പല ഷേപ്പാക്കിയും വളർത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 2 ഷേപ്പുകളിൽ വളർത്തുന്ന രീതി എങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്നാൽ ഡിസിഡിയ വെറൈറ്റി എല്ലാം നമുക്ക് ഒരുപോലെ വളർത്തുന്നതിനെക്കാട്ടിയും നല്ലത് അതിൻ്റെ വളരുന്ന രീതി അനുസരിച്ച് ഷേപ്പുകളിലാക്കി വളർത്തുന്നതായിരിക്കും നല്ലത്. ഇത് ഡിസിഡിയ ന്യൂമിലേറിയ എന്ന വെറൈറ്റിയാണ്. ഇതിനെ ബട്ടൺ ഓർക്കിഡ് എന്നും അറിയപ്പെടുന്നു. ഈ വെറൈറ്റി ഞാൻ 2 തരത്തിൽ വളർത്തിയിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ടിലും വളർത്തിയിട്ടുണ്ട്, ബോൾ ഷേപ്പ് ആക്കിയിട്ടുമുണ്ട്. ഇത് ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയതാണ്. ഈ വെറൈറ്റിയിൽ ചെറിയ പൂക്കളും ഉണ്ടാവാറുണ്ട്. നല്ല മെച്യൂറായി കഴിയുമ്പോൾ ഓരോ നോഡിലും വെള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയതിന് ഒരു ഭംഗിയില്ല. പക്ഷേ ഇതേപോലെ ബോൾ ഷേപ്പ് ആക്കിയതാണ് നല്ല ഭംഗിയായിട്ട് വളരുന്നത്. എന്നുവെച്ചാൽ ഈ വെറൈറ്റിയുടെ ലീഫിനും അതെ സ്റ്റെമ്മിനും അതെ നല്ല കട്ടിയാണ്. അതുകൊണ്ട് ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയാൽ നിവർന്ന് കിടക്കത്തില്ല, ഇങ്ങനെ ചുരുണ്ട് പോവും. അതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഏതെങ്കിലും ഷേപ്പാക്കി വളർത്തുന്നതാണ്. എന്നാൽ വലിയ ലീഫായതുകൊണ്ടാണ് ഈ ഷേപ്പാക്കിയപ്പോൾ കുറേ ഭംഗി തോന്നുന്നത്. അതുമല്ല, നമുക്ക് ഇങ്ങനെ ചുറ്റിയാലും നല്ല വായുസഞ്ചാരം ഉള്ളിലോട്ട് വരുന്നതുകൊണ്ട് വളർച്ചയ്ക്കും ഒരു തടസ്സവും വരുത്തില്ല. ഞാനിങ്ങനെ ബോൾ ഷേപ്പ് ആക്കിയിരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് ഓർക്കിഡൊക്കെ നടുന്ന 4 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ പോട്ടില്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് സൈഡ് മുഴുക്കെ ഹോളിട്ടെടുത്താൽ മതി. ഒരുപാട് ഹൈറ്റുള്ള എടുക്കരുത്, ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞതായിരിക്കണം. ഇത് നടാനായിട്ട് എടുക്കേണ്ട മീഡിയം കൊക്കോ ചിപ്സ് കരിയും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. കൊക്കോ ചിപ്സ് വാഷ് ചെയ്ത് കറയെല്ലാം കളഞ്ഞതായിരിക്കണം. എന്നിട്ട് കരിയുടെ ചെറിയ പീസുകൾ മതി, അതുകൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്ത് ഹാങ് ചെയ്യാനായിട്ട് ഉള്ള കമ്പി നമുക്ക് കോർക്കാം. കമ്പി അതേ വളവ് ഒരുപാട് പൊങ്ങി നിൽക്കാത്ത വിധത്തിലായിരിക്കണം, അതാണ് അതിൻ്റെ ഭംഗി. കമ്പി ഇല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള ചരട് കോർത്താലും മതി. കമ്പി ഇട്ട് കഴിയുമ്പം ഇത്രയും ഹൈറ്റ് മതി, കമ്പിക്ക് ഇത്രയും ഹൈറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന മീഡിയം 1/4 ഭാഗം നിറയ്ക്കുക. എന്നിട്ട് കുറച്ച് വേരുള്ള പീസ് നോക്കി കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് നീളമുള്ള പീസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും നീളമുള്ള എടുത്തത്. അല്ലെങ്കിൽ ചെറിയ പീസ് വെച്ചാൽ മതി, അത് വേഗം വളർന്നോളും. എന്നിട്ട് ഇങ്ങനെ വളരുന്നതനുസരിച്ച് ചുറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ആദ്യം കുറേ ഭാഗം ഈ കമ്പിയുടെ അകത്തൂടെ കോർത്ത് എടുക്കണം. കുറേ ഫില്ലായി കഴിയുമ്പോഴേ അത് കമ്പിയുടെ പുറത്തൂടെ നമുക്ക് കവർ ചെയ്യേണ്ടി വരത്തുള്ളൂ. അങ്ങനെ നമുക്ക് എത്ര വലിപ്പം വേണേലും ആക്കാം. ഈ ബോളിൻ്റെ ഷേപ്പ് എത്ര വലിപ്പം വേണേലും ആക്കാം. വെള്ളം ഒഴിക്കുമ്പം അതിനകത്ത് ഫുള്ള് നനയുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് അതിനകത്തോട്ടൊക്കെ വെള്ളം ചെല്ലണം, ആ വിധത്തിൽ വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളൂ. മഴയത്തും ഇടാം, മഴയത്തിട്ടാലും നല്ലതാണ്, ചീഞ്ഞു പോകത്തൊന്നുമില്ല. കുറച്ച് മീഡിയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചീഞ്ഞു പോകത്തില്ല. ഡിസിഡിയ വെറൈറ്റികൾക്ക് നല്ല ഈർപ്പം വേണവും താനും, എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അതുകൊണ്ട് കുറച്ച് മീഡിയത്തിലാകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കത്തുമില്ല. ഇത്രയും പ്ലാന്റിന് വേണ്ടത് അത് വേഗം അബ്സോർബ് ചെയ്തോളൂ. ഈ ബോൾ ഷേപ്പ് ആക്കാനായിട്ട് ഡിസിഡിയയുടെ എല്ലാ വെറൈറ്റിയും പറ്റത്തില്ല. ഇതുപോലെ വള്ളി പോലെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഇതിന് കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ചകിരിനാര് വെച്ച് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ പുറത്ത് വേണേലും ഇങ്ങനെ ചുറ്റിക്കൊടുത്താൽ വളരും. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ് എങ്ങനെ ആക്കിയെടുക്കുമെന്ന് നോക്കാം. ഞാൻ ഇതിനെടുത്തേക്കുന്നത് കോട്ടിംഗ് ഉള്ള കമ്പിയാണ്. അതാകുമ്പോൾ വേഗം തുരുമ്പ് വരത്തില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങി തിരിച്ചു മടക്കുക. തിരിച്ച് മടക്കിയതിന് ശേഷം 2 സൈഡും താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒരു സൈഡ് കുറച്ച് നീളം കുറവായിരിക്കും, ഒരു സൈഡ് നീളം കൂടുതലുമായിരിക്കും. എന്നിട്ട് ഇതിനെ ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ബാക്കി എക്സ്ട്രാ കമ്പി മറ്റേ സൈഡിലോട്ട് തന്നെ അതേ ഷേപ്പിൽ തന്നെ മടക്കിയെടുക്കണം.
എന്നിട്ട് 2-3 സ്ഥലത്ത് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെടികളുമായിട്ട് കൂടുതൽ സമയം ചിലവാക്കണം. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ഡിസ്റ്റിഡിയയുടെ വേറൊരു വെറൈറ്റിയാണ്, കുറച്ചുകൂടെ ചെറിയ ലീഫുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നേരത്തെ ഞാൻ ചെയ്ത വലിയ ലീഫുള്ളത് ചുറ്റുന്നതിനെക്കാട്ടിയും ഭംഗി ചെറിയ ലീഫുള്ളതാണ്. എന്നാലാണ് ആ ഷേപ്പ് നമുക്ക് എടുത്ത് കാണുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ ചുറ്റുന്നത് മോസാണ്. പലരും ചോദിക്കും മോസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അതിന് പകരം എന്ത് വെക്കണമെന്ന്. ഇതിനകത്ത് ചകിരി വേണേലും ചുറ്റാം, പ്രോസസ്സ് ചെയ്ത ചകിരി ഉണ്ടെങ്കിൽ അത് വേണേലും ചുറ്റാം. പക്ഷേ അത് നല്ല ഈർപ്പമുള്ളതേ ചുറ്റാവുള്ളൂ, നല്ല ഈർപ്പത്തോടുകൂടി വേണം ചുറ്റാൻ, അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഈർപ്പം ഇറങ്ങത്തില്ല. നമ്മൾ ടൈറ്റായിട്ട് ചുറ്റി കഴിയുമ്പോൾ ഈർപ്പം ഇറങ്ങത്തില്ല. ഈർപ്പം ഉണ്ടെങ്കിൽ വീണ്ടും ഈർപ്പം ഉള്ളിലോട്ട് പിടിച്ചോളും. ഇതിൽ ഞാൻ മുഴുക്കയും മോസ് ചുറ്റി കഴിഞ്ഞു. മോസ് പിടിച്ച് ചുറ്റാനായി ഞാൻ എടുത്തത് പെറ്റാഗാണ്, അല്ലെങ്കിൽ കയറ് വേണേലും എടുക്കാം. ഇതിൽ ഇനി പ്ലാന്റ് ചുറ്റുന്നത് കാണാം. ഞാൻ നേരത്തെ ഹാർട്ട് ഷേപ്പിൽ വളർത്തിയിരുന്ന ഡിസ്റ്റീഡിയ ഞാൻ മണ്ണിൽ നട്ടിട്ടുണ്ട്. മണ്ണിൽ നട്ടപ്പോൾ നല്ല വ്യത്യാസമുണ്ട് വളർച്ചയ്ക്ക്. ലീഫിന് തിക്നെസ്സും കുറവാണ്, പച്ച നിറവും കൂടുതലാണ്. ഈ വെറൈറ്റി നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താം, ഏതെങ്കിലും ഷേപ്പാക്കി എടുക്കാനും നല്ലതാണ്. ഇത് ഞാൻ നട്ടിരിക്കുന്നത് മോസും കുറച്ച് കരിയും ഇട്ട് നട്ടേക്കുവാണ്. അതിൻ്റെ ലീഫും മറ്റേതിൻ്റെ ലീഫായിട്ട് കണ്ടോ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഈ മണ്ണിൽ നട്ടത് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചുറ്റാൻ പോകുന്നത്. ഞാനിതിൽ ചുറ്റാനായി കുറച്ച് നീളമുള്ള പീസാണ് എടുത്തേക്കുന്നത്. ചുറ്റുമ്പോൾ ഇതിൻ്റെ വേര് അടിയിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം. ഞാൻ ഇത് ചുറ്റാനും എടുത്തിരിക്കുന്ന പെറ്റാഗാണ്, അതും കയറ് വേണേലും എടുക്കാം. കയറാകുമ്പം അതിൻ്റെ കളറിൽ തന്നെ ഇരിക്കും. മോസാണെങ്കിലും ചകിരിയാണെങ്കിലും അതിൻ്റെ സെയിം കളറായിരിക്കും. പിന്നീട് ഇത് വളരുന്നതിനനുസരിച്ച് പിടിച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് ഞാൻ അതുപോലെ നേരത്തെ വളർത്തിയിരുന്നതാണ്. ഇത് നിറയെ ഇങ്ങനെ ഫില്ലായി വളർന്ന് വരുന്നതനുസരിച്ച് പിടിച്ചു വെച്ച് കൊടുത്ത് ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ ഹാങ് ചെയ്ത് വരും. വളർന്നു വരുമ്പോൾ ഇതുപോലെ ഹാങ് ചെയ്ത് വരുമ്പോൾ അതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. നിറയെ ഫില്ലായി കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് നിലനിർത്തണമെങ്കിൽ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കട്ട് ചെയ്തെടുത്തെന്ന് വിചാരിച്ചിട്ട് അത് ഉണങ്ങിപ്പോത്തൊന്നുമില്ല, അത് നിന്നോളും. ആ വളർന്ന് നിൽക്കുന്നത് അതുപോലെ നിന്നോളും. ഇതുപോലെ ഡിസ്റ്റിഡിയ വെറൈറ്റീസ് നമുക്ക് പല ഷേപ്പുകളിലും ഇങ്ങനെ വളർത്തിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.